ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ പഴം പുളിശ്ശേരിയാണ്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിലേക്ക് ഒരു പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മതി. നമ്മുടെ പഴം നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമുക്ക് ശർക്കരയാണ്. അപ്പോൾ ഈ പഴത്തിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കയ്യിൽ വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഉടഞ്ഞു കിട്ടണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ആവുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശർക്കരയും പഴമെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൽ ഒരുപാടൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് വെള്ളം വറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ അരപ്പിൻ്റെ കൂടെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. ഒരു 1/4 കപ്പ് തൈര്, കട്ട ഉടച്ച തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മളെ ഈ തൈര് ചേർത്ത ശേഷം തിളപ്പിക്കാൻ പാടില്ല. നമ്മളെ ഈ പുളിശ്ശേരിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി താളിച്ചിട്ടതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഉലുവയാണ്, അത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് താളിക്കാം. ഇനി ഇത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ നമുക്കൊരു പാത്രം വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് സദ്യയിലേക്ക് എടുക്കാനുള്ളതായതുകൊണ്ട് ഒരുപാടൊന്നും വെള്ളം ആവാതെ നോക്കണം. അപ്പോൾ നമ്മൾ ഇലയിൽ സെർവ് ചെയ്യാവുന്ന സമയത്ത് ഒഴുകി പോകാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.